തോമസ് എം.എൽ.എയുടെ അപകടത്തിനിടയാക്കിയ നൃത്തപരിപാടിയുടെ സംഘാടകർ വിനോദ നികുതി അടയ്ക്കാതെ നഗരസഭയെ കബളിപ്പിച്ചതായി മേയർ എം അനിൽകുമാർ. പരിപാടി നഗരസഭയെ അറിയിച്ചിട്ടില്ല. മൃദംഗനാഥം പരിപാടിയുടെ സംഘാടകർ ക്ഷണിക്കാൻ വരുമെന്ന് GCDA ചെയർമാൻ കെ ചന്ദ്രൻപിള്ളയാണ് തന്നെ അറിയിച്ചതെന്ന് മേയർ പറഞ്ഞു. പരിപാടിയുടെ സംഘാടനത്തിൽ അടിമുടി വീഴ്ചയുള്ളതായി വിവിധ ഏജൻസികളുടെ സംയുക്ത പരിശോധനയിൽ കണ്ടെത്തി. റിപ്പോർട്ട് ആദ്യം കാണാം. ടിക്കറ്റ് വെച്ച് പരിപാടി നടത്തിയിട്ടും വിനോദ നികുതി അടയ്ക്കാത്തതിന് സംഘാടകർക്ക് നഗരസഭ നോട്ടീസ് നൽകും. പരിപാടിയുടെ തലേദിവസമാണ് സംഘാടകർ തന്നെ ക്ഷണിക്കാനെത്തിയതെന്ന് മേയർ പറഞ്ഞു. ഇവർ വരുമെന്ന് GCDA ചെയർമാൻ കെ ചന്ദ്രൻപിള്ളയാണ് തന്നോട് പറഞ്ഞത്. നേരത്തെ മറ്റു ചില പരിപാടികൾ ഏറ്റിരുന്നതിനാൽ നൃത്തപരിപാടിക്ക് വരാനാകില്ലെന്ന് സംഘാടകരോട് പറഞ്ഞു. നഗരസഭയെ അറിയിക്കാത്തതിനെ ചോദ്യം ചെയ്യുകയും ചെയ്തതായി മേയർ എം അനിൽകുമാർ പറഞ്ഞു. പൊതുവായി അനുമതി തേടിയിരുന്നുവെങ്കിൽ നഗരസഭ പരിശോധിക്കുമായിരുന്നു. മറ്റനുമതികളുടെ സാക്ഷ്യപത്രം തേടുമായിരുന്നു. അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ വലിയ പരിപാടികൾ നടത്തുന്ന പലരും വിനോദ നികുതി അടയ്ക്കാൻ മടി കാണിക്കുകയാണെന്നും മേയർ തുറന്നു പറഞ്ഞു. ഞാൻ ഈ പരിപാടി അറിയുന്നത് തന്നെ ബഹുമാനായ GCDA ചെയർമാൻ പരിപാടിയുടെ തലേ ദിവസം എന്നെ വിളിച്ചിട്ട് ഇങ്ങനൊരു ഫംഗ്ഷൻ വിളിക്കാൻ ഇവർ വരുന്നുണ്ടെന്ന് പറയുമ്പോഴാണ്. ഇപ്പം ഞങ്ങളെ ബാധിക്കുന്ന മറ്റൊരു പ്രശ്നം, ഇവർ ടാക്സ് അടയ്ക്കാതെ ടിക്കറ്റ് വെച്ച് നടത്തിയെന്ന് പറയുന്നു. ടിക്കറ്റ് വെച്ച് നടത്തുകയാണെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ടാക്സ് തരണം. ഇപ്പം ഇൻക്ലൂഡിങ് ബ്ലാസ്റ്റേഴ്സ്. നാട്ടിലെ നിയമങ്ങൾ ഇവർക്ക് ബാധകമല്ലേ? ബ്ലാസ്റ്റേഴ്സ് എൻ്റർടൈൻമെൻറ്റ് ടാക്സ് അടയ്ക്കണ്ടേ? സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. പരിപാടിയിൽ പങ്കെടുത്ത ചലച്ചിത്ര താരങ്ങളായ ദിവ്യ ഉണ്ണി, സിജോയ് വർഗീസ് എന്നിവരെയും പോലീസ് വിളിപ്പിക്കുമെന്ന് സൂചനയുണ്ട്. സ്റ്റേജ് നിർമ്മാണത്തിൽ ഗുരുതര പിഴവുകൾ ഉള്ളതായാണ് പോലീസും ഫയർഫോഴ്സും പൊതുമരാമത്ത് വിഭാഗവും ചേർന്ന് നടത്തിയ അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. 28-ന് ഉച്ചകഴിഞ്ഞ് തുടങ്ങിയ സ്റ്റേജ് നിർമ്മാണം പിറ്റേന്ന് പുലർച്ചെയാണ് തീർന്നത്. ഗുരുതര വീഴ്ചകൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ സ്റ്റേജ് പൊളിച്ചു മാറ്റരുതെന്ന് സംഘാടകർക്ക് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. അങ്ങനെ നിസ്സാരമായി കാണാൻ കഴിയുന്ന കാര്യങ്ങളല്ല കൊച്ചി കലൂരിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ ഉത്തരവാദിത്തം ആർക്കാണ്? ഉത്തരവാദികളായ ആളുകളെ നിയമത്തിന് മുന്നിലേക്ക് എത്തിക്കേണ്ടേ? GCDയുടെ പങ്ക് എന്താണ്? അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് തെളിയുന്നത്. നമുക്ക് അതിഥികളിലേക്ക് പോകാം. മുൻ മേയർ കൂടിയായ കോൺഗ്രസ് നേതാവ് ടോണി ചെമ്മണി, ഒപ്പം സുരഭി എം നായർ നൃത്ത അധ്യാപികയാണ്, ഒപ്പം CA ഷക്കീർ, CP കൊച്ചി കോർപ്പറേഷന്റെ കൗൺസിൽ കൂടി നമ്മോടൊപ്പം തത്സമയം ചേരും. ശ്രീ ടോണി ചെമ്മണി, അതായത് ഇന്നിപ്പോൾ നഗരസഭാ ചെയർമാന്റെ ഭാഗത്തെ പ്രതികരണങ്ങൾ താങ്കൾ കേട്ട് കാണും. അങ്ങേയറ്റത്തെ ഗുരുതരമായ വീഴ്ചയാണ് അങ്ങനെയെങ്കിൽ ഈ സംഘാടകർ നടത്തിയിരിക്കുന്നത്. അതായത് നികുതി അടച്ചിട്ടില്ല, തട്ടിക്കൂട്ട് പരിപാടിയാണ്, കാശ് അനധികൃതമായി പിരിച്ചിരിക്കുന്നു. ഈ നഗരസഭയെ ബൈപ്പാസ് ചെയ്തുകൊണ്ടാണ് ഈ പരിപാടി നടത്തിയിരിക്കുന്നത്. അപ്പോൾ പോയ വഴികളിലെല്ലാം നിയമലംഘനത്തിൻ്റെ വീഴ്ചകളൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആരുടെയൊക്കെ താല്പര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് GCDയുടെ റോൾ വളരെ പ്രധാനമായിട്ട് വരുന്നത്. അതാണ് നമുക്ക് സംശയകരമായി മാറുന്നത്, ദുരൂഹത ഏറുന്നത്. എന്താണ് സംഭവിക്കുന്നത് ഏറ്റവും ഒടുവിലായി എന്നാണ് ടോണി ചെമ്മണി മനസ്സിലാക്കുന്നത്? ഞാൻ ഈ വിഷയം നോക്കിക്കാണുമ്പോൾ ലാഭക്കൊതി മൂത്ത ഒരു സംഘടനയും അവർക്ക് വേണ്ടി പരിപാടി നടത്തിയ ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയും അവരുടെ ചില പ്രലോഭനങ്ങളിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനങ്ങളും സർക്കാർ വകുപ്പുകളും വ്യക്തികളും എല്ലാം വീണിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് ഈ ചടങ്ങ് അവിടെ നടത്താൻ ഈ സംഘടനയ്ക്ക്, മൃദംഗനാഥം എന്ന സംഘടനയ്ക്ക് സാധിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാമ്പത്തിക ക്രമക്കേടുണ്ട്, സുരക്ഷാ വീഴ്ചയുണ്ട്. രണ്ട് മേഖലയിലും ഗുരുതരമായ അനാസ്ഥയും വീഴ്ചയും ഇവർ വരുത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ മേയറുടെ വിശദീകരണം ഞാൻ മാതൃഭൂമി ചാനലിലൂടെ കേട്ടു. പക്ഷെ അത് അത്ര തൃപ്തികരമല്ല. കാരണം എന്തുകൊണ്ടെന്നാൽ ഡിസംബർ 29 ചടങ്ങ് നടക്കുന്നു എന്നത് വിവിധ സോഷ്യൽ മീഡിയ അടക്കം വ്യാപകമായ പ്രചരണം നടക്കുകയാണ്. നഗരസഭയ്ക്ക് റവന്യൂ വിഭാഗമുണ്ട്. റവന്യൂ വിഭാഗം നഗരത്തിൽ നടക്കുന്ന പൊതു പരിപാടികളെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും അത്തരം സംഘാടകരെ അങ്ങോട്ട് സമീപിച്ചില്ലെങ്കിൽ, നഗരസഭയെ സമീപിച്ചില്ലെങ്കിൽ പോലും അവരെ തേടിയെത്തി എന്താണ് എന്നുള്ള വിശദാംശങ്ങൾ ചോദിച്ചറിയേണ്ടതാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ 2011 മേയറായിരിക്കുമ്പോഴാണ് IPL മത്സരം നടക്കുന്നത്. അവർ ടിക്കറ്റ് 5000 രൂപയുടെ ടിക്കറ്റ് അടിച്ചിട്ടുണ്ട്. അത് ഞങ്ങളെ മറച്ചു വെച്ചു. പക്ഷെ ഞങ്ങളുടെ റവന്യൂ വിഭാഗം കണ്ടെത്തി. ഞങ്ങൾ റവന്യൂ വിഭാഗം സ്റ്റേഡിയത്തിൽ ചെന്ന് സ്റ്റോപ്പ് നോട്ടീസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് അവർ 5000 രൂപയുടെ ടിക്കറ്റ് കൊണ്ട് നികുതി അടക്കാനായി തയ്യാറായത്. അപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് എന്ന ഒന്നുണ്ട്. അല്ലാണ്ട് നഗരസഭയെ അറിയിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴികൊഴി പറയുന്നത് ശരിയല്ല. അത് ശ്രീ അനിൽകുമാറിന്റെ വാചകങ്ങൾ താങ്കൾ പറഞ്ഞ ശ്രീ ടോണി ചെമ്മണി, അനിൽകുമാറിന്റെ വാചകങ്ങൾ നമ്മൾ ശ്രവിക്കുമ്പോൾ അദ്ദേഹമാണ് അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നഗരപിതാവ്.
അപ്പോൾ അദ്ദേഹത്തിന് ഇത് അറിഞ്ഞു, തലേന്ന് പോയി പറഞ്ഞു, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞില്ല, അതൊന്നും അല്ല പ്രശ്നം. ഇത്രയും ആളുകൾ ഇങ്ങനെ തിങ്ങിക്കൂടുന്ന ഒരിടമാണ്. നമുക്കറിയാം, ഇത്രയും ആളുകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും നമുക്കുണ്ടാകുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ അതെടുക്കാൻ ബാധ്യസ്ഥരായ നഗരസഭ, അതിൽ നിന്ന് ഞാൻ വരുന്നില്ല, അല്ലെങ്കിൽ മേയർ വ്യക്തിപരമായി പോന്നോ അല്ലെങ്കിൽ പോയില്ലയോ അല്ല പ്രശ്നം. അവിടെ എന്തെങ്കിലും, കാരണം ഉമാ തോമസ് എന്ന് പറയുന്ന ഒരു ജനപ്രതിനിധിയാണ് ഇപ്പോൾ അങ്ങനെ ഈ വലിയൊരു തീവ്രപരിചരണ വിഭാഗത്തിൽ അത്യാസന്ന നിലയിൽ കിടക്കുന്നത്. മറ്റെന്തെങ്കിലും എന്തെല്ലാം സംഭവിക്കാമായിരുന്നു അവിടെ. സ്റ്റാമ്പീഡിന് പോലും ഇടയാവുന്ന തരത്തിൽ നമ്മൾ കലൂരിലെ, നമ്മൾ കുസാറ്റിലെ സംഭവങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ നഗരസഭയുടെ പിതാവ് അല്ലെങ്കിൽ കോർപ്പറേഷന്റെ മേയർ ഇന്ന് പറയുന്നത് പോലും അതിനെ നമുക്ക് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയില്ല. അദ്ദേഹവും ഉത്തരവാദിത്തത്തിൽ നിന്നും പിൻവാങ്ങി, പ്രതിക്കൂട്ടിലാണ്. അങ്ങനെയെങ്കിൽ നഗരസഭയും എന്നല്ലേ? തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ മേയർ എന്നൊരു സ്ഥാനം ഒരു പരിഭവം പറയാനുള്ളൊരു സ്ഥാനമൊന്നുമല്ല. അത് അധികാരം ഉപയോഗിക്കാനുള്ള സ്ഥാനമാണ്. സംഘാടകർ വന്ന് തലേദിവസം അറിയിച്ചപ്പോൾ എന്നെ നിങ്ങൾ തലേദിവസമല്ലേ അറിയിച്ചോളൂ, ഞാൻ വന്നില്ല. അതെല്ലാം ഒരു ചില പരിഭവങ്ങൾ. അങ്ങനെ പരിഭവം പറയേണ്ട ആളല്ലല്ലോ. വാസ്തവത്തിൽ അവരോട് നിങ്ങൾ ഇതിനാവശ്യമായ അനുമതികൾ എടുത്തിട്ടുണ്ടോ എന്ന് അദ്ദേഹം ആർജവത്തോടെ ചോദിക്കേണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ആ ഷോ നാളെ നടത്താൻ യാതൊരു കാരണവശാലും അനുവദിക്കില്ല എന്നാണ് യഥാർത്ഥത്തിൽ മേയർ പറയേണ്ടിയിരുന്നത്. ഈ റോളിൽ താങ്കൾക്ക് സംശയമുണ്ടോ? ആ പരിപാടി ഇത്രയും അവിടെ ഒരു അത്യാഹിതം നടന്നിട്ടും അത് രസിച്ച് കണ്ട് കാഴ്ചക്കാരനായി ഇരുന്ന GCDയുടെ ഒരു ചെയർമാൻ അദ്ദേഹത്തെ ഓർത്ത് ലജ്ജിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന വാക്കുകളൊന്നും പൂർണ്ണമല്ല, അർദ്ധവിരാമം ഇട്ട് പോവുകയാണ്, കൃത്യമായ ഉത്തരമില്ല. അപ്പോൾ ഈ കാശടിക്കാൻ തട്ടിക്കൂട്ടി ഒരു പരിപാടിക്ക് ഈ അധികാരപ്പെട്ട ആളുകൾ നിന്നുകൊടുത്തു എന്നാണോ മലയാളി മനസ്സിലാക്കേണ്ടത്? അല്ല, ഈ സംഭവത്തിൽ ഒന്നാം പ്രതി GCD ആണ്. ഒന്നാം പ്രതി. കാരണം പരിപാടി നടന്നത് കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ്. അത് GCDയുടെ ഉടമസ്ഥതയിലുള്ളതാണ്. അവരുടെ പ്രെമിസസിൻ്റെ അകത്താണ് ഈ പരിപാടി നടക്കുന്നത്. യഥാർത്ഥത്തിൽ GCD ഇന്നലെ ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. അത് വാസ്തവവിരുദ്ധമാണ് പലതും. അതിൽ അവർ പറയുന്നത് സംഘാടകർ അവർ സ്വന്തം ഉത്തരവാദിത്വത്തിൽ ചെയ്യണമെന്ന്. പക്ഷേ അവർ മറച്ചു വെച്ചൊരു ക്ലോസ് ഞാനിപ്പോൾ ഇവിടെ വായിക്കാം. അത് 4ാമത്തെ ക്ലോസാണ്. 24 വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടാണ് ഈ അനുമതി നൽകിയിട്ടുള്ളത്. അതിൽ 4ാമത്തെ വ്യവസ്ഥ, സ്റ്റേഡിയം ഉപയോഗിക്കുന്നതിന് മുൻപ് ബന്ധപ്പെട്ട സൈറ്റ് എഞ്ചിനീയറെ അറിയിക്കേണ്ടതാണ്. ബന്ധപ്പെട്ട സൈറ്റ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ സ്റ്റേഡിയം. അപ്പോൾ സൈറ്റ് എഞ്ചിനീയർ എന്ന് പറയുന്നത് സ്റ്റേഡിയത്തിലുള്ള GCDയുടെ എഞ്ചിനീയർ. ആ സ്റ്റേഡിയത്തിലുള്ള ചുമതലയുള്ള സൈറ്റ് GCD എഞ്ചിനീയറെ അറിയിച്ചു മാത്രമേ ഈ സംഘാടകർക്ക് പേര് എങ്കിലും കാണില്ലേ, 10-10ഓളം പേരെങ്കിലും കാണില്ലേ ഈ എഞ്ചിനീയർമാരൊക്കെ ആയിട്ട് അവിടെ നോക്കേണ്ട ആളുകൾ? തീർച്ചയായിട്ടും സ്റ്റേഡിയത്തിൻ്റെ സൈറ്റ് എഞ്ചിനീയർ എന്ന് പറയുന്നത് GCDയുടെ എഞ്ചിനീയർ വിഭാഗത്തിൽ ഏറ്റവും താഴെത്തട്ടിൽ ഉദ്യോഗസ്ഥനായിരിക്കും, അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരിക്കും. അവിടെ AXC ഉണ്ട്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉണ്ട്, സൂപ്രണ്ടിങ് എഞ്ചിനീയർ ഉണ്ട്, വകുപ്പ് മേധാവി. അപ്പം ഇത്തരം ആളുകൾ, ഈ 12,000 പേർ നർത്തകർ, അവരുടെ ഒപ്പം വരുന്നത് ഏതാണ്ട് അത്രയും തന്നെ കാണികൾ. ഏതാണ്ട് 1/4 ലക്ഷം അല്ലെങ്കിൽ 1/2 ലക്ഷം ആളുകൾ വരുന്ന ഒരു ഇവൻറ്റുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ താൽക്കാലിക നിർമ്മിതികൾ നടത്തുന്നതിനുള്ള രേഖകൾ കാണാതെ അല്ലെങ്കിൽ അത് പരിശോധിക്കാതെയാണ് അവിടെ നിർമ്മാണത്തിന് അനുമതി നൽകിയിട്ടുള്ളത്. അതാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ ഒന്നാമത്തെ വീഴ്ച ഉത്തരവാദി GCDയുടെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ്. അതുകൊണ്ട് എൻ്റെ പക്ഷം GCDയുടെ ഉദ്യോഗസ്ഥന്മാരെയും കൂടി പ്രതിപ്പട്ടികയിൽ FIR-ൽ അതാണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ CA ഷക്കീർ, ഈ നഗരസഭയുടെ ചെയർമാൻ ഇങ്ങനെ ആവലാതികൾ നിരത്തുമ്പോൾ ഞാൻ അറിഞ്ഞില്ല, ഞാനൊന്നുമേ അറിഞ്ഞില്ല, ഞാൻ തലേന്നാണ് അറിഞ്ഞത് എന്ന് പറയുമ്പോൾ നഗരസഭയ്ക്ക് അവിടെ ഒരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നില്ലേ? ഓൺ ദി സ്പോട്ടിൽ ഈ നഗരത്തെ, കൊച്ചി എന്ന നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ച് 12,000 നർത്തകിമാർ അവിടേക്ക് എത്തുന്നു, അല്ലെങ്കിൽ ഒരു വലിയൊരു പരിപാടി നടക്കുമ്പോൾ അത് അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ ആ ഒരു മഠയത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. നഗരസഭയുടെ ജോലി കൃത്യമായി നഗരസഭ നിർവഹിച്ചോ? ശ്രീ CA ഷക്കീർ. ഇവിടെ നമ്മളെല്ലാവരും വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത കേട്ട് വളരെ പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. എല്ലാവരും ഒരുപോലെ വളരെയധികം ഇഷ്ടപ്പെടുന്ന തൃക്കാക്കര MLA ശ്രീമതി ഉമാ തോമസ് ഇന്നും ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ്. നമ്മളിത് ആദ്യമായി ഇതിൽ ഒരു രാഷ്ട്രീയവൽക്കരിക്കാതെ ഇതിൻ്റെ ഒന്നാം പ്രതി GCDയെ മറ്റ് കോർപ്പറേഷൻ്റെ വീഴ്ചകൾ എന്നൊക്കെ പറഞ്ഞ് ഇതിനെ ഒരു രാഷ്ട്രീയവൽക്കരണത്തിലേക്ക് പോകരുത് എന്നുള്ളൊരു വിനീതമായ ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് ആദ്യമായിട്ടുള്ളത്. 2, ഇതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം.
കാരണം ഇതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വിനോദ നികുതി അടക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ ഇതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് യാതൊരു രീതിയിലുള്ള അറിയിപ്പും കോർപ്പറേഷന് കിട്ടിയിട്ടില്ല എന്ന് മേയർ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ അപകടം നടന്ന സ്ഥലം നമുക്കെല്ലാവർക്കും അറിയാം. ആ സംഘാടകർ തന്നെ അങ്ങയുടെ ആ ആദ്യ വാചകങ്ങളെ മാനിക്കുന്നു. രാഷ്ട്രീയമായി ഇത് കൊണ്ടുപോകുന്നത് ശരിയല്ല. ആരും ഇത് രാഷ്ട്രീയമായി കൊണ്ടുപോകുന്നില്ല. നമുക്കറിയാം നാടിന്റെ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വേണം. ഇന്നാട്ടിൽ ഒരു ആഘോഷവും പാടില്ല എന്ന് ആർക്കും പറയാനും അങ്ങനെ ഒരു നിലപാടെടുക്കാനും സാധ്യവുമല്ല. അത് ശരികേടുമാണ്. പക്ഷേ ഇവിടെ എന്താണ്, നമ്മുടെ നഗരം പോലെ കൊച്ചി ഒരു നഗരത്തിൽ, ഇത്രയും ആൾപ്പാർപ്പ് ഉള്ള ഒരു നഗരത്തിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ അവിടെ എൻ്റർടൈൻമെൻറ്റ് ടാക്സ് പിന്നെ വിനോദ നികുതി കിട്ടിയില്ല എന്നല്ല പരിതപിക്കേണ്ടത്. അവിടുത്തെ ഉണ്ടായിട്ടുള്ള സുരക്ഷാ വീഴ്ച അങ്ങേയറ്റത്തെ ഗൗരവമാണ്. ആദ്യ നടപടിയിൽ തന്നെ ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ മോണിറ്റർ ചെയ്യാമായിരുന്നു. അങ്ങനെ മോണിറ്റർ ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു അധികാരം ഈ നഗരസഭയ്ക്കില്ലേ ശ്രീ ഷക്കീർ? അതാണ് ഞാൻ പറയാൻ തുടങ്ങിയത്. ഇവരാദ്യം ഈ സംഘാടകർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൻ്റെ വിളക്ക് കൊളുത്തുന്ന പരിപാടി ഗ്രൗണ്ടിൽ വെച്ച് നടത്തണം എന്നാണ് അവർ തീരുമാനിച്ചത്. പക്ഷേ അവിടെ വെച്ചാണ് അറിയണത് ഗ്രൗണ്ടിൽ ഇത്തരം പരിപാടികൾ നടത്താൻ സമ്മതിക്കില്ല, അതിനനുമതി കിട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു ടെമ്പററി സെറ്റപ്പാണ് ഇപ്പോൾ ഈ നടന്ന സ്റ്റേജ് ഉണ്ടാക്കിയത്. അവിടെ വലിയ സുരക്ഷാ വീഴ്ചയുണ്ടായി. കാരണം കേരളത്തിൻ്റെ മന്ത്രി, അതേപോലെ MLA-മാർ, ഇത്രയും VIP-കൾ വരുന്ന ഒരു സ്റ്റേജിൻ്റെ സുരക്ഷാ സംവിധാനത്തിൽ വീഴ്ച വരുത്തി എന്നുള്ളത് 100% അംഗീകരിക്കുന്ന കാര്യമാണ്. അത് ശക്തമായിട്ടുള്ള നടപടികൾ അതിന് തീർച്ചയായിട്ടും ഉണ്ടാകണം. കാരണം ഇനിയും ഇതുപോലുള്ള സംഭവങ്ങളുണ്ടാവും. ഇവിടെ ബഹുമാനപ്പെട്ട മുൻ മേയർ ശ്രീ ടോണി ചമ്മണി പറഞ്ഞു, നമുക്കറിയാം GCDAയിൽ ഇതിനു മുമ്പെല്ലാം ഇഷ്ടംപോലെ പരിപാടികൾ നടന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഈ പരിപാടികൾ നടക്കുന്നതിന് മുമ്പ് തന്നെ കോർപ്പറേഷനെ അറിയിച്ച് മുഴുവൻ ടാക്സ് വാങ്ങിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പരിപാടി നടന്നതിന് ശേഷം ടാക്സ് അടക്കുന്ന അല്ലെങ്കിൽ അറിയിപ്പ് തരുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം GCDA ചെയർമാൻ ഇപ്പോൾ ആരെങ്കിലും ആട്ടെ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് GCDA ചെയർമാന്മാരുണ്ടായിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് പരിപാടി വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കഴിഞ്ഞ ദിവസം ഞാൻ ഉപയോഗിച്ചത് ഏതെങ്കിലും പ്രാഞ്ചിയേട്ടന്മാർ കുറച്ച് പൈസയായിട്ട് അങ്ങ് വരികയാണ്, നാടിനെ അങ്ങ് ഉദ്ധരിച്ച് കളയാം എന്നും പറഞ്ഞ് അവന്റെ പണത്തിന്റെ സോഴ്സോ ഈ കൊണ്ടുവരുന്നതിന്റെ പണം എങ്ങനെയാണ്, ഏതെങ്കിലും ഷെയ്ഡി ക്യാരക്ടേഴ്സ് ആണോ ഈ വരുന്നത്, അങ്ങനെയൊന്നും ചിന്തിക്കാതെ ഇവിടെ എന്താണ് സംഭവിച്ചത് തോന്നിയതുപോലെ അങ്ങ് പണപ്പിരിവ് നടത്തിയാണ്. ഈ 12 നമ്മുടെ ഇപ്പോൾ ഒരു നൃത്ത അധ്യാപിക കൂടിയുണ്ട്. ഞാൻ സുരഭി മാഡത്തിലേക്ക് ഞാൻ പിന്നീട് അതിൻ്റെ എന്തുകൊണ്ടാണ് അവരെ ഇന്നിവിടെ ഈ ചർച്ചയിൽ ഉൾപ്പെടുത്തേണ്ടത് എൻ്റെ സാഹചര്യത്തിലേക്ക് അവരോട് തന്നെ ചോദിക്കാം. ഈ 12,000 ആളുകളുടെ കയ്യിൽ നിന്നും കേവലം 3,500 രൂപ പിരിച്ചു എന്ന് പറയുന്നത്, ആ 3,500 ഇൻറ്റു 12,000 ഈസ് ഈക്വൽ ടു എത്രയാണ്? 4 കോടി സംതിങ് വരികയാണ്. 4,20,000. അത് കൂടാഞ്ഞിട്ട് എന്താണ്, കാഴ്ചക്കാരുടെ നിന്നും പ്രത്യേകം വേറെ പൈസ വാങ്ങിക്കുകയാണ്, സ്പോൺസർഷിപ്പ് ഉണ്ട്. അപ്പോൾ ഇവിടെ കാശടിക്കാൻ വേണ്ടി ആരൊക്കെയോ കൂട്ടർ വരുന്നു, അതിനപ്പോൾ ഒരു GCDയും നിന്ന് കൊടുക്കുന്നു. അപ്പോൾ GCDയും പ്രതിക്കൂട്ടിലാണ്. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങ് ഒരു സുരക്ഷയുമില്ലാതെ അങ്ങ് നടത്തിക്കോളൂ എന്ന് പറയുന്ന സംവിധാനമാണോ ഇത്? കെട്ടഴിച്ചു വിട്ട സംവിധാനമാണോ ഇത് ശ്രീ ഷക്കീർ? തീർച്ചയായിട്ടും അത് വളരെ ഗൗരവമായിട്ട് അന്വേഷിക്കേണ്ടതാണ്. കാരണം ഞാൻ അന്ന് അവിടെ എനിക്ക് ആ സ്റ്റേഡിയത്തിൻ്റെ തൊട്ടടുത്ത് ഒരു പ്രോഗ്രാമിന് പോകാൻ ഞാൻ അതിൽ പോയതാണ്. പക്ഷെ ഇതിന് പങ്കെടുത്ത കുട്ടികളടക്കം അവർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ല. അവരെ അവിടെ കൊണ്ടുവന്നിട്ട് എവിടെയാണ് ഈ സംഘാടകർ വളരെ ഉത്തരവാദിത്വമില്ലാത്ത രീതിയിലാണ് അവിടെ പെരുമാറിയിട്ടുള്ളത്. ഇതിലെ സംഘാടകർ അവരെ ഗൗരവമായി കാണേണ്ടതാണ്. കാരണം ഇതിലൊരു സാമ്പത്തിക അഴിമതി നടന്നിട്ടുണ്ട്. സംഘാടകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ച കർശനമായി ഗവൺമെൻറ് നേരിടണം. അതോടൊപ്പം തന്നെ ഇവിടെ 3,500 രൂപ എന്ന് പറയുന്നതോടൊപ്പം, അതായത് നിലവിലെ ഈ അന്വേഷണം അല്ല വേണ്ടുന്നത്, ഒരു ഉന്നതതല അന്വേഷണം വേണമെന്ന നിലപാട് CPIക്ക് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഈ ഒരു ജനപ്രതിനിധി അതേപോലെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഇങ്ങനെ അപകടം ഉണ്ടാകുമ്പോൾ ഗൗരവമായിട്ടുള്ളൊരു അന്വേഷണം ഉണ്ടാകണമെന്ന് തീർച്ചയായിട്ടും CPIക്ക് അല്ലെങ്കിൽ കോർപ്പറേഷൻ കൗൺസിൽ എന്ന രീതിയിൽ ഞാൻ ഈ വാർത്തയിലൂടെ പറയുകയാണ്. കാരണം അതിൻ്റെ സംഘാടകർ തീർച്ചയായിട്ടും ഈ ജനങ്ങളെ പറ്റിച്ചിട്ടുണ്ട്. കാരണം 3,500 രൂപ വാങ്ങിക്കുക, അതിനുശേഷം അവർക്ക് വസ്ത്രത്തിന് വേണ്ടി 1,500 രൂപ കളക്ട് ചെയ്യുക എന്നെല്ലാം പറയുന്നത് പരിശോധിച്ച് ഈ പറയുന്നതിലെല്ലാം സത്യാവസ്ഥ ഉണ്ടെങ്കിൽ കർശനമായും ഗവൺമെൻറ് ഇതിൽ ഇടപെട്ടുകൊണ്ട് ഉയർന്ന രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ ശക്തമായ
ശിക്ഷ കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ മടങ്ങിയെത്താം അങ്ങയിലേക്ക്. സുരഭി, എന്താണ് താങ്കൾക്ക് ഇവിടെ ഉള്ള റോള്? താങ്കൾ എങ്ങനെയാണ് ഈ സംഘാടകരുമായി ബന്ധപ്പെടുന്നത്? താങ്കളുടെ വളരെ ഗുരുതരമായ ആരോപണമാണ്. ആദ്യം കുറച്ച് പൈസ കൊടുത്തു, വീണ്ടും ഈ സംഘാടകർ പൈസ ആവശ്യപ്പെടുന്നു, പിന്നീട് ഈ പരിപാടിയിൽ നിന്ന് പിൻവാങ്ങുകയെന്ന് അറിയിച്ചപ്പോൾ ഭീഷണിയുടെ സ്വരത്തിലാണ് സംസാരിച്ചത്, ഭീഷണിപ്പെടുത്തുന്നു എന്നാണ്. താങ്കൾക്കുണ്ടായ ദുരനുഭവം എന്താണ്? എന്നെ ഈ മൃദംഗ വിഷൻ എന്ന സംഘടനയുടെ സംഘാടകരല്ല ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തത്. അവർ കുറച്ച് ഡാൻസ് നൃത്ത അധ്യാപകരെ സെലക്ട് ചെയ്തിട്ട് അവർ വഴി നമ്മളെപ്പോലുള്ള കുറച്ച് പ്രൊമിനൻ്റ് ആയിട്ട് നൃത്ത വിദ്യാലയം നടത്തുന്ന അധ്യാപകരെ അവർ കോൺടാക്ട് ചെയ്ത് ക്യാൻവാസ് ചെയ്യുമായിരുന്നു. അപ്പോൾ നമുക്ക് അവരോടുള്ള അടുപ്പം വെച്ചും പരിചയം വെച്ചും വിശ്വാസം വെച്ചും നമ്മൾ ഇതിലോട്ട് ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ആദ്യം ഇവർ പറയുന്നതെന്ന് വെച്ചാൽ, ഈ നൃത്ത അധ്യാപിക എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ 2,900 3,500 അല്ല എന്നോട് പറഞ്ഞിരുന്ന എമൗണ്ട്, 2,900 അടച്ചാൽ മതി ഒരു കുട്ടിക്ക്. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് 2 ഐറ്റം കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി തരികയാണ്. അതിൻ്റെ CD നിങ്ങൾക്ക് തരും. ഈ പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 2 ഐറ്റം നിങ്ങളുടെ കുട്ടികൾക്ക് എവിടെ വേണോ പോയി കളിക്കാം. ആദ്യത്തെ അഡ്വാൻറ്റേജ് അവർ പറയുന്നത്. പിന്നെ ഇതിന് അവർ കോസ്റ്റ്യൂം അവർ തന്നെ തരും. പിന്നെ കോസ്റ്റ്യൂമിന് എക്സ്ട്രാ പൈസ ഇല്ല. പിന്നെ കുട്ടികൾക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ്, ഇത്ര ചെറിയ 5 വയസ്സായ കുട്ടിയെ പോലും പങ്കെടുപ്പിക്കാം. 60 വയസ്സോ 70 വയസ്സോ പ്രായപരിധി ഇല്ലാതെ ആണിനോ പെണ്ണിനോ ആർക്ക് വേണോ നൃത്തം കുറച്ചറിഞ്ഞിരുന്നാൽ മതി. ഈ തരുന്ന ഐറ്റം മാത്രം പഠിപ്പിച്ച് അവരെ കൊണ്ടുവന്നാൽ മതി. ഇതാണ് പിന്നെ അത് കൂടാതെ ഇവരുടെ മറ്റെന്തെങ്കിലും സ്ക്രീനിംഗ് ഉണ്ടായിരുന്നോ? ഇല്ല, കുട്ടികളുടെ ക്വാളിറ്റി എന്താണ്, അവർക്ക് നൃത്തം അറിയാമോ, അടവറിയാമോ, അതിനെപ്പറ്റിയൊന്നും അവർ ബോധവടെ അല്ലായിരുന്നു. അവർ ഈ പറയുന്നത് ഇതാണ്. ഇത് കൂടാതെ നമ്മളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്, നൃത്ത അധ്യാപകരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ടായിരുന്നു, 25 കുട്ടികളെ പങ്കെടുപ്പിക്കുന്ന ടീച്ചർ 3,500 അടച്ചില്ലെങ്കിലും ഡയറക്റ്റ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടുന്നു. അതുകൂടാതെ സ്റ്റേജിൽ വിളിച്ച ആദരവ് മൊമെൻറ്റോ തരുന്നു. അതുപോലെ തന്നെ 50 കുട്ടികളെ പങ്കെടുപ്പിക്കുന്ന ടീച്ചേഴ്സിനും തരുന്നു. പിന്നെ 100 കുട്ടികളെയാണ് നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് കൊണ്ടുവരുന്നതെങ്കിൽ ടീച്ചേഴ്സിന് ഗോൾഡ് കോയിൻ കൊടുക്കുന്നു. കൂടാതെ നമ്മൾ ഈ 3000 ആദ്യം എന്നോട് പറഞ്ഞ 2,900 അതിലോട്ട് ഞാൻ വരാം. അതിനുശേഷം പറഞ്ഞ 3,500 തുകയിൽ 1,000 രൂപ ഒരു കുട്ടിയുടെ നിന്ന് ടീച്ചറിന് കൊടുക്കുമെന്ന് പറയുന്നു. അതായത് അപ്പോൾ ഒരു ടീച്ചർ 100 കുട്ടികളെ പങ്കെടുപ്പിക്കുകയാണെങ്കിൽ ആ ടീച്ചറിന് കിട്ടുന്ന ലാഭം ഇവർ കൊടുക്കുമെന്ന് പറയുന്നത് 1,00,000 രൂപയാണ്. 1,000 രൂപ ഒരു കുട്ടിയുടെ. അങ്ങനെ 100 കുട്ടികളെ പങ്കെടുപ്പിച്ചാൽ ആ ടീച്ചറിൻ്റെ മറ്റൊരു വരുമാനമായി. അത് കുട്ടികളെ പഠിപ്പിച്ച് കൊണ്ടുവരുന്നതിന് അവർ കൊടുക്കുന്ന പാരിതോഷികം അല്ലെങ്കിൽ ഫീസായിട്ടാണ് അവരത് പറഞ്ഞത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് 2,900 എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ക്ലാസ്സിൽ നിന്ന് 17 കുട്ടികളാണ് വില്ലിംഗ് ആയിട്ട്, ആരെയും നിർബന്ധിച്ചിട്ടൊന്നുമില്ലായിരുന്നു. അവർ ഇത് ഗ്രൂപ്പിൽ ഇട്ടപ്പോൾ തന്നെ അവർ കുറച്ച് പാരൻസ് വില്ലിംഗ് ആയിട്ട് വന്നു. കുട്ടികൾക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടുക എന്നുള്ളത് എല്ലാ പാരൻസിനെയും അതൊരു സത്യസന്ധമായ കാര്യമാണെന്ന് വിചാരിച്ചിട്ട്, കാര്യം എന്നോടത്തുള്ള വിശ്വാസം കൊണ്ടാണ് എൻ്റെ പാരൻസ് ഇറങ്ങിയത്. 17 കുട്ടികളുടെ പാരൻസാണ് ഇതിലോട്ട് മുന്നിട്ട് ഇറങ്ങിയത്. 2,900 എന്ന് പറഞ്ഞ് ആദ്യത്തെ ഗഡു അടച്ചു. ആദ്യത്തെ ഗഡുവായ 1,900 രൂപ അടയ്ക്കണം. ഈ ശനിയാഴ്ചയ്ക്ക് മുമ്പ് ഈ സംഭവം തുടങ്ങുന്നത് ജനുവരി പകുതി കഴിഞ്ഞപ്പോഴാണ്. ജനുവരി 15-ാം തീയതി ഒക്കെ അടുപ്പിച്ചാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ ഫെബ്രുവരി 6-ാം തീയതിക്ക് അകത്ത് തന്നെ ഞാൻ പകുതി തുകയായ 1,900 രൂപ 17 കുട്ടികളുടേത് മുഴുവനായി പറയുകയാണെങ്കിൽ 32,300 രൂപ ഞാൻ അടച്ചു. അത് അടയ്ക്കാനായിട്ട് അവർ അത്രയും ഫോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അടയ്ക്കണം, ഈ ശനിയാഴ്ചയ്ക്ക് മുമ്പ് തന്നെ അടച്ചില്ല എന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ക്ലോസ് ആവുകയാണ്, പെട്ടെന്ന് അടയ്ക്കണേ, ഇല്ലെങ്കിൽ ഇനി വീഡിയോ കിട്ടത്തില്ല. ഇങ്ങനെ അവർ നമ്മളിങ്ങനെ പ്രഷർ തന്നുകൊണ്ടിരുന്നു. അങ്ങനെ കുട്ടികളുടെ പൈസ എല്ലാം അടച്ച് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ എന്തോ കാര്യം സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ പുള്ളി പറയുന്നത് 2,900 അല്ല എമൗണ്ട്, ഇനി നിങ്ങൾക്ക് അറിയാമല്ലോ GST ടാക്സ് ഇതൊക്കെ നമ്മൾ കൊടുത്ത് ചെയ്യുന്ന ഒരു പരിപാടിയാണ്, അതുകൊണ്ട് GSTയും ടാക്സും കൂടിയിട്ട് 3,500 രൂപയാവും. അപ്പോൾ ഞാൻ പറഞ്ഞു അത് അങ്ങനെ അല്ലല്ലോ പറഞ്ഞു. അപ്പോൾ അത് മാറ്റി പറയുന്നത് സ്ട്രേറ്റ് ഫോർവേഡ് അല്ലാത്ത കാര്യമില്ല, അതെനിക്ക് താല്പര്യമില്ല, അതങ്ങനെ തരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നിട്ട് വെറും കാഷ്വലായിട്ട് ഞാൻ അവരോട് ചോദിച്ചു, അപ്പോൾ ഇങ്ങനെ നിങ്ങളിപ്പം എമൗണ്ട് മാറ്റി, ഇത് കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾ സർട്ടിഫിക്കറ്റിന് വേറെ പൈസ ചോദിക്കുമോ? ഇപ്പോൾ സർട്ടിഫിക്കറ്റ് തരാമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്, ഇനി അതിന് നിങ്ങൾ വേറെ പൈസ വയ്ക്കുന്നതും വെറുതെ കാഷ്വലായിട്ട് ചോദിച്ചതാണ്. അപ്പോൾ ആ പുള്ളി എന്ന് വെച്ചാൽ ഈ മൃദംഗ വിഷനിൽ ഒരു പുള്ളി, അയാളാണ് എല്ലാ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളും എല്ലാം ചെയ്തു തരുന്നത്. നമ്മളെപ്പോലെ അറിഞ്ഞുകൂടാത്തവർക്ക് എല്ലാം പുള്ളിയാണ് നമുക്ക് വേണ്ടി ലോഗിൻ ചെയ്യുന്നത്, പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നത്, ID ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ആ പുള്ളി പറയുകയാണ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് പറയാം. സർട്ടിഫിക്കറ്റ് വെറും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റാണ് ഈ കുട്ടികൾക്ക് കൊടുക്കുന്നത്, അല്ലാതെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് അല്ല. ഇങ്ങനെ ഒരു ഈവൻറ്റിൽ കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നുള്ള സർട്ടിഫിക്കറ്റ്. അപ്പോൾ എനിക്ക് കബളിപ്പാണെന്ന് മനസ്സിലായിട്ടാണ് ഞാൻ പറഞ്ഞു ഞാൻ പിൻവാങ്ങുകയാണ്, എന്നെ ഇതിൽ നിന്ന് മാറ്റണം, ഞാൻ അടച്ച പൈസ പിറ്റേ ദിവസം പൈസ അടച്ചതിൻ്റെ 2 ദിവസത്തിനകം ഞാൻ പറയുകയാണ് എനിക്ക് പൈസ റീഫണ്ട് ചെയ്യണം. പിന്നെ ഇവരാരും ഈ കോൺടാക്ട് ചെയ്യുന്ന ആരും എന്നെ മെസ്സേജസിനോ കോൾസിനോ റെസ്പോണ്ട് ചെയ്യോ, എന്നെ ഇതിലോട്ട് ചേർത്ത നൃത്ത അധ്യാപിക പോലും എൻ്റെ കോൾസോ മെസ്സേജസോ റെസ്പോണ്ട് ചെയ്യാതെ. പിന്നെ ഇവർ എല്ലാ അപ്ഡേറ്റ്സും നമുക്ക്
തന്നുകൊണ്ടിരുന്നു. നമ്മൾ ആദ്യ ഗഡു അടച്ചതുകൊണ്ട് ആ ഗ്രൂപ്പിലുള്ളത് കൊണ്ട് വിശേഷങ്ങളെല്ലാം അറിയുമെന്ന് പറ്റുന്നുണ്ടായിരുന്നു. ഡിസംബർ ആദ്യ വീക്കിൽ അവിടെ നിന്ന് കോൾ വന്നു, ഇങ്ങനെ ബാക്കി ഗഡു അടയ്ക്കണം, എന്നാലേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ ടെർമിനേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് മെയിൽ വരുന്നു, വാട്സാപ്പിൽ മെസ്സേജ് വരുന്നു, കോൾ വരുന്നു. അപ്പം അപ്പോഴെല്ലാം ഞാൻ അവരോട് പറയുകയാണ്, ഞാനിത് ആവശ്യപ്പെട്ടു, എൻ്റെ റീഫണ്ട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, എനിക്ക് അതിന് വേണ്ട നടപടി വേണം. അപ്പോഴും ശരി ഓഫീസിൽ അന്വേഷിച്ചിട്ട് പറയാമെന്നല്ലാതെ അതിനൊന്നും ഒരു പരിഹാരം വന്നില്ല. അവസാനം ഡിസംബർ 24-ാം തീയതി, പരിപാടി നടക്കുന്ന 29-ാം തീയതിയാണ്, 24-ാം തീയതി ഇവർ വിളിച്ചപ്പോഴും ഞാൻ മെസ്സേജ് അയച്ചു, നിങ്ങൾ എടുത്ത് ഞാൻ ഫെബ്രുവരി മുതൽ റീഫണ്ട് ചോദിക്കുകയാണ്, അത് തരാൻ നിങ്ങൾക്ക് തയ്യാറല്ല, എൻ്റെ ഇത്രയും കുട്ടികളുടെ പൈസയാണ്, എൻ്റെ പൈസ അല്ല അത്, കുട്ടികളുടെ എന്നെ വിശ്വസിച്ച് എന്നെ ഏൽപ്പിച്ച പൈസയാണ്, അതെനിക്ക് അവർക്ക് തിരിച്ചു കൊടുക്കണം, നിങ്ങൾ റീഫണ്ട് തന്നില്ലെങ്കിൽ ഞാൻ ഇനി ലീഗലി മൂവ് ചെയ്യും എന്നൊരു മെസ്സേജ് വാട്സാപ്പിലൂടെ ഞാൻ അവർക്ക് ഇട്ട അടുത്ത നിമിഷം ഇതിൻ്റെ CEO എന്ന് പറയുന്ന ഒരു ഷമീർ എന്നെ വിളിച്ച്, നിങ്ങൾ എന്താണ് നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട്, പിന്നെ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അങ്ങനെ ഇങ്ങനെ, ഞങ്ങളുടെ ഒരു വലിയ കമ്പനിയാണ്, ഞങ്ങൾക്കതിൽ അഡ്വക്കേറ്റ് ഉണ്ട്, ഞങ്ങൾക്ക് വാദിക്കാൻ അറിയാം, നിങ്ങൾ കൺസ്യൂമർ കോർട്ടിൽ പോലെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങളുടെ പൈസ കിട്ടാൻ പോണില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്നുള്ള സ്വരത്തിൽ പിന്നെ ആ സംസാര രീതി വളരെ മയമായി തുടങ്ങിയ ഒരു ഫോൺ സംഭാഷണം പിന്നെ അതൊരു ഭീഷണിയുടെ സ്വരത്തിലോട്ട് മാറുകയായിരുന്നു. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പോയി ചെയ്തോ എന്നുള്ള രീതിയിലായിരുന്നു ആ പുള്ളി പിന്നെ സംസാരിച്ച് വെച്ചത്. പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ ഓൾറെഡി അന്ന് അതിൻ്റെ പിറ്റേഴ്സ് തന്നെ അഡ്വക്കേറ്റിനെ സമീപിച്ചിട്ടുണ്ട്, അത് മുന്നോട്ട് പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. കാര്യം കുട്ടികൾ പങ്കെടുത്തിട്ടില്ല, ഇതൊരു സ്കാം തന്നെയാണ്, ഇതൊരു അഴിമതിയാണ്. കാരണം ഇങ്ങനെ കൂണുപോലെ ചിലയിടങ്ങളിൽ നിന്ന് മുളച്ചു പൊന്തുന്നുണ്ട് ഇത്തരം ഇവന്റ് മാനേജ്മെന്റിന്റെയൊക്കെ പേരിൽ. അതിനൊക്കെ തലവെച്ച് കൊടുക്കുന്ന നമ്മുടെ ഈ സർക്കാരിന്റെ സംവിധാനങ്ങൾ കൂടി ഉണ്ടല്ലോ എന്നതാണ് നമ്മെ ആശ്ചര്യപ്പെടുത്തുന്നത്. ടോണി ചെമ്മണി, നേരത്തെ ആ നൃത്താധ്യാപിക പറഞ്ഞ കാര്യങ്ങൾ കേട്ടുവല്ലോ. അവിടെ ക്വാളിറ്റി ഒരു പ്രശ്നമേ അല്ല, പക്ഷെ ക്വാണ്ടിറ്റി, പണത്തിന്റെ ക്വാണ്ടിറ്റി ആയിരുന്നു അവർക്ക് ഏറ്റവും വലിയ അവരുടെ ഒരു കൺസേൺ. അത് കിട്ടുന്നതിനനുസരിച്ച് എത്ര പേർക്ക് വേണമെങ്കിലും പലതരത്തിൽ പിള്ളേരെ കൊണ്ടുപോകുന്നവർക്ക് ഗോൾഡ് മെഡൽ അടക്കം. അപ്പോൾ ഇവരുടെ ഈ മൃദംഗ വിഷൻ എന്ന് പറയുന്ന ആ സ്ഥാപനത്തിന്റെ ഇവന്റ് മാനേജ്മെന്റിന്റെ പശ്ചാത്തലം പരിശോധിക്കണം, കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം ഈ പ്രതികളെ എന്ന സാഹചര്യം കൂടി ഒരുങ്ങിയിട്ടുണ്ട്. ഒന്ന് സാമ്പത്തിക തട്ടിപ്പ്, രണ്ട് എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു നഗരത്തിൽ വന്ന് ഒരു വെല്ലുവിളി നടത്തിയ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിന് ഉത്തരവാദിപ്പെട്ട GCDയുടെ പങ്ക്, അങ്ങനെ എല്ലാ രീതിയിലും സമഗ്രമായ ഒരു അന്വേഷണത്തിന്റെ വഴി തുറക്കുകയാണോ ശ്രീ ടോണി ചെമ്മണി? തീർച്ചയായിട്ടും ഇപ്പോഴുള്ള പോലീസ് അന്വേഷണം തൃപ്തികരമാണോ ഇല്ലേ എന്ന് ഏതാനും ദിവസങ്ങളിലുള്ള ഈ അന്വേഷണ പുരോഗതി കൂടി കഴിഞ്ഞപ്പോൾ മാത്രമേ കമൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഒരു പോയിന്റ് പറഞ്ഞു, ഇതിൻ്റെ ഗുരുതരമായ വീഴ്ച വരുത്തിയ ഒരു വിഭാഗമാണ് GCDയും അതിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗവും. പോലീസ് അവരെ പ്രതികർക്കോ ഇല്ലെന്ന് നോക്കട്ടെ, അപ്പോൾ മാത്രമേ ഈ അന്വേഷണം നിഷ്പക്ഷമാണോ അതോ ഭരണക്കാരെ സഹായിക്കുന്ന നിലയിലാണോ എന്ന് ഞങ്ങൾ പറയാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ ഈ സന്ദർഭത്തിൽ പോലീസ് അന്വേഷണത്തെ സംബന്ധിച്ച് ഇപ്പോൾ കമന്റ് ചെയ്യുന്നില്ല, 2 ദിവസത്തിനുള്ളിൽ നമുക്ക് അറിയാൻ സാധിക്കും. അതിനുള്ള പകുതി വഴി മേയർ തന്നെ തുറന്നു നൽകിയിട്ടുണ്ട്. GCDയുടെ പേര് പറഞ്ഞില്ലെങ്കിലും അതിന്റെ അവരുടെ പ്രത്യേക താല്പര്യമൊക്കെ ഇന്ന് പറയാതെ പറഞ്ഞിട്ടുണ്ട്. പോലീസ് പോയി അന്വേഷിക്കാനുള്ള വഴി തുറന്നിട്ടുണ്ട് ഓൾറെഡി. അല്ല നോക്കാം ലെറ്റസ് വെയിറ്റ്. GCDയിൽ 1-ാം പ്രതിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. GCD എഞ്ചിനീയറിംഗ് വിഭാഗമുണ്ട്, GCD ചെയർമാന് ധാർമ്മികമായ ഉത്തരവാദിത്തമുള്ളതെല്ലാം ഉണ്ട്. ഇപ്പോൾ നാം ഇവിടെ കാണേണ്ടത്, കേരളം പല തട്ടിപ്പുകളും കണ്ടൊരു സംസ്ഥാനമാണ്. ആട്, തേക്ക്, മാഞ്ചിയം, പല തട്ടിപ്പുകൾ. ഈ ഒരു ഇവൻ്റ് വെച്ച് സാമ്പത്തിക തട്ടിപ്പ് കാണിക്കാമെന്ന ഒരു പുതിയ ഐറ്റവും കൂടി കേരളം കാണുകയാണ് ഇതിലൂടെ. ഇത് വളരെ പ്ലാൻഡായിട്ട് ഒരു സംഘം നടത്തിയ സാമ്പത്തിക തട്ടിപ്പാണ്. അതിൻ്റെ പ്രോഡക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഇവൻ്റ് നൃത്തം, ഗിന്നസ് റെക്കോർഡ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വലിയ പണം തട്ടിപ്പ് പരിപാടിയാണ്. ഇതിൻ്റെ പങ്കാരെല്ലാം പറ്റിയെന്നാണ് ജനങ്ങൾക്കറിയേണ്ടത്. ഏതെല്ലാം രാഷ്ട്രീയക്കാർ, ഏതെല്ലാം ഉദ്യോഗസ്ഥന്മാർ ഇതിൻ്റെ പങ്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഇവന്റ് മാനേജ്മെന്റിനെയും ഈ സംഘാടകരെയും വിശദമായി ചോദ്യം ചെയ്താൽ ഇവർ സമാഹരിച്ച കോടികൾ, ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുമായിരുന്നില്ല എങ്കിൽ എന്തായിരുന്നു സ്ഥിതി? ഇത്രയും കാശ് മടിച്ചുകൊണ്ട് ഈ ടീം അങ്ങ് പോയേനെ, പേരിനൊരു ഗിന്നസിന്റെ അല്ലെങ്കിൽ പരിപാടിയിൽ പങ്കെടുത്തതിന്റെ ആ ടീം മാത്രമല്ല പോകുന്നത്, ആ ടീമിൻ്റെ നിന്നും പങ്ക് പറ്റുന്ന രാഷ്ട്രീയക്കാർ, ഉദ്യോഗസ്ഥന്മാരും കൂടി ഉണ്ടാവുമായിരുന്നു. അതും കൂടി നമുക്ക് പുറത്തോട്ട് പറഞ്ഞു. നിങ്ങൾ കരുതുന്നുണ്ടോ ഈ 5-8 കോടി രൂപ പിരിച്ചിട്ട് ഈ മൃദംഗ വിഷൻ എന്ന സംഘടനയ്ക്ക് മാത്രമായി കാശ് കിട്ടുമെന്ന്? ഞാൻ കരുതുന്നില്ല. ഇതിൽ രാഷ്ട്രീയക്കാരുടേതായ
പങ്കാളിത്തമുണ്ട് എന്ന് ഞാൻ സംശയിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ മേയർ ഇപ്പോൾ വെളിപ്പെടുത്തിയത്. GCDA ചെയർമാനാണ് മേയറെ വിളിച്ചിട്ട് സംഘാടകർ വരുമെന്ന് അറിയിക്കുന്നത്. എന്താ GCDA ചെയർമാനിൻ്റെ സംഘാടകർ റോൾ എന്താ? ഈ പരിപാടി അവരുടെ സ്റ്റേഡിയം വാടകയ്ക്ക് എടുത്തെങ്കിൽ വാടകയ്ക്ക് നൽകാം. അതിനപ്പുറത്തേക്ക് സംഘാടകരെ ഓരോരുത്തർ ക്ഷണിക്കാനായിട്ട് അഡ്വാൻസ് ചന്ദ്രൻപിള്ളയ്ക്ക് പ്രത്യേക താല്പര്യമുണ്ടെന്നാണ് താങ്കൾ പറയുന്നത്. ചെയർമാൻ ഉണ്ടെങ്കിൽ എന്താണ് ചന്ദ്രൻപിള്ള തലേന്ന് വിളിച്ചു എന്നാണ് കാണിക്കുക. അപ്പൊ ഇതിന് ചന്ദ്രൻപിള്ള തലേന്ന് വിളിച്ചു എന്നാണ് കോർപ്പറേഷൻ മേയർ പറയുന്നത്. അതെ, മേയർ പറഞ്ഞല്ലോ, വിളിച്ചു എന്നല്ല, പോയി കാണാൻ പറഞ്ഞു. ഈ പറയുന്ന ഇവരോട് വിളിക്കാൻ പറഞ്ഞു. ചന്ദ്രൻപിള്ളക്ക് അല്ല, അതെ ഞാനത് പറഞ്ഞോട്ടെ, ഇടയ്ക്ക് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഫ്ലോ ഇട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ് GCDA ചെയർമാന് സ്റ്റേഡിയം വാടകയ്ക്ക് നൽകുന്നതിനപ്പുറത്തേക്ക് ഇതിലുള്ള താല്പര്യം? നികുതി അടച്ചിട്ടില്ലേ ഇവർ, വിനോദ നികുതി? അങ്ങനെയാണെങ്കിൽ നികുതി അടക്കാതിരിക്കാൻ ഇവർക്ക് ആരാ ധൈര്യം നൽകി? സംഘാടകർക്ക് നമുക്കറിയാൻ താല്പര്യമില്ലേ? പിന്നെ കുട്ടികളെ പറ്റിച്ചതായിട്ട് പറയപ്പെടുന്നു, അവർക്ക് പച്ചവെള്ളം പോലും കൊടുത്തില്ലേ. അപ്പോൾ യഥാർത്ഥത്തിൽ 12,000-ഓളം വരുന്ന നമ്മുടെ കേരളത്തിലെ നർത്തകരെ അപമാനിക്കുകയും ചൂഷണം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. സാമ്പത്തികമായി ചൂഷണം ചെയ്തു, മാനസികമായിട്ട് അവർക്ക് വ്യതകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ചെറിയ കാര്യമല്ല. ഇതൊരു തട്ടിപ്പായി തന്നെ നമുക്ക് കാണണം. ഈ തട്ടിപ്പിന് സമഗ്രമായ അന്വേഷണം വരണം. പോലീസ് അന്വേഷണം നല്ല നിലയിലല്ല നടക്കുന്നതെങ്കിൽ ഞങ്ങൾ അത്തരം സംഘടനാപരമായി രാഷ്ട്രീയമായി ഇതിനെതിരെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ആലോചിക്കും. പക്ഷേ ഞങ്ങളിപ്പോൾ അത് പറയുന്നില്ല. ഞങ്ങളിത് നോക്കുകയാണ് ഇതിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്നത്. അതുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സുരക്ഷാ വീഴ്ചയുണ്ട്. ഒരു കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വനിതാ MLA അവരുടെ ജീവനാപകടത്തിലാണ്. മറ്റൊന്ന്, 12,000-ഓളം വരുന്ന നമ്മുടെ കേരളത്തിലെ നൃത്തം പഠിക്കാൻ വന്നിട്ടുള്ള കുട്ടികളെ സാമ്പത്തികമായി ചൂഷണം ചെയ്തിരിക്കുകയാണ്. ഗുരുതരമായ അഴിമതിയും അനാസ്ഥയും ക്രമക്കേടുമാണ് ഇത്. അവർ തനിച്ച് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർക്ക് രാഷ്ട്രീയ പിന്തുണയുണ്ട്, അവർക്ക് ഭരണത്തിൻ്റെ തണലുണ്ട്. അത് പുറത്തു വരേണ്ടതുണ്ട്. അതും കൂടി കേരളം അറിയേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും വളരെ വ്യക്തമാണ്. സുരഭി, ഇനി പറഞ്ഞുവല്ലോ വക്കീലിനെ വെക്കുന്നുണ്ട്, അപ്പോൾ ഒരു പോലീസ് അന്വേഷണവും നടക്കുന്നുണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ അവരെയൊക്കെ അറിയിക്കാൻ വഴി തെളിയുകയാണ്. അപ്പോൾ നിയമപരമായി ഇത് കേവലം ഒരു ചെറിയ തുകയുടെ പ്രശ്നമല്ല. നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന ഈ നൃത്ത സംവിധാനത്തിന് തന്നെ ഒരു അപമാനമാണിത്. അതെ, അത് എന്നെ വിശ്വസിച്ച് 2,000 രൂപ, ചെറിയ അവരെ സംബന്ധിച്ച് ചിലപ്പോൾ 2,000 രൂപ ചെറിയ എമൗണ്ട് ആയിരിക്കാം ഒരു കുട്ടിക്ക് വേണ്ടി, അവരുടെ സ്വന്തം കുട്ടിക്ക് വേണ്ടി. പക്ഷേ അത് അങ്ങനെയല്ല. എന്നിലുള്ള വിശ്വാസമാണ് ആ എമൗണ്ട് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിശ്വസിച്ച് എന്നെ ഏൽപ്പിച്ച ഒരു എമൗണ്ട് തിരിച്ച് അവർക്ക് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അല്ലാതെ എനിക്ക് ഒരു രൂപ ഇതിൽ കയ്യിൽ നിന്ന് ഞാൻ ഇട്ടിട്ടില്ല. 17 കുട്ടികളുടെ 1,900 രൂപയാണ് അതിലുള്ളത്. അത് അവർക്ക് തിരിച്ചേൽപ്പിക്കണം. എനിക്ക് നഷ്ടപ്പെട്ട വിശ്വാസം എനിക്ക് അവർക്ക് തിരിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ലീഗലി മൂവ് എന്ന് പറഞ്ഞതും. ഞാനൊരു അഡ്വക്കേറ്റിന് ഓൾറെഡി അത് ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. CEO ആയിട്ട് സംസാരിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ അത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇങ്ങനെ ആരും പറ്റിക്കപ്പെടാൻ പാടില്ല. നമ്മൾ കലാകാർ പ്രത്യേകിച്ചും ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടി വന്നവരാണ്. അവരെ പറ്റിക്കാൻ പാടില്ല അങ്ങനെ. ശരി, അതാണ് സുരഭിയുടെ നിലപാട്. അവസാനമായി CA ഷക്കീർ, CPM അതേ ഗൗരവത്തോടു കൂടി തന്നെയാണോ ഈ സംഭവത്തെ കാണുന്നത്? താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മേയർക്കും കാര്യങ്ങൾ ഏകദേശം ബോധ്യപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മേയർ ഇടപെടേണ്ട ഒരു ബാധ്യത ഉണ്ടായിരുന്നു, പക്ഷേ അത് മാറ്റിവെച്ചാൽ കൂടി അദ്ദേഹത്തിന് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ നിലവിലെ ഈ സാഹചര്യത്തിൽ ദുർബലമായ വകുപ്പുകളിട്ട് കേസെടുക്കുക മാത്രമല്ല ചെയ്യേണ്ടത്. ഇതിൻ്റെ മറ്റൊരു സാമ്പത്തിക വശമുണ്ട്, ഗൗരവമേറിയ സുരക്ഷാ പ്രശ്നമുണ്ട്. എങ്ങനെ വേണം കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്? അന്വേഷണം ഇതിൽ അധ്യാപിക പറഞ്ഞ കാര്യങ്ങൾ മാത്രം നമ്മൾ കണ്ടാൽ മതി. അതുപോലെ തന്നെ ഇതിലൊരു സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം. സാമ്പത്തികമായി ഒരു വൻ തട്ടിപ്പാണ് ഈ സംഘാടകർ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇവർക്ക് ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കണം. കാരണം കേരളത്തിൽ ഇനി ഇതുപോലുള്ള സംഘാടകരും ഇതുപോലുള്ള പരിപാടിയും ഈ കുട്ടികളെ ഇത്രയും നൃത്തം പഠിച്ച് അവർ വളരെയധികം സന്തോഷത്തോട് വരുന്ന കുട്ടികളെ ഇതുപോലെ തട്ടിപ്പിന് ഇരയാക്കാത്ത സാഹചര്യം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഇവിടെ ഈ മുൻ മേയറും എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഒരു GCDAയോ അല്ലെങ്കിൽ കോർപ്പറേഷനെ അറിയിച്ചില്ല എന്ന് മാത്രമല്ല, പക്ഷേ സ്വാഭാവികമായും GCDA സെക്രട്ടറി എന്ന രീതിയിൽ ഉദ്യോഗതലത്തിലുള്ള അന്വേഷണം ആരംഭിക്കുമ്പോൾ മനസ്സിലാകും. GCDA തൊട്ടടുത്ത ദിവസം മേയറെ വിളിച്ചു എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല ഇപ്പോൾ ഇതിൽ പറഞ്ഞു കേൾക്കുന്നത് ചെയർമാൻ വിളിച്ചു പറഞ്ഞത് കൊണ്ടാണെന്ന്. അത് മേയർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അന്വേഷണം കൃത്യമായി ചെല്ലുമ്പോഴാണ് ഇതിൽ ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ, ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ അവരെയെല്ലാം ശക്തമായ നിലപാടെടുത്ത് അതിനെല്ലാം ശക്തമായ നടപടി സ്വീകരിക്കേണ്ട രീതിയിലേക്ക് വരണം. പോലീസിൻ്റെ അന്വേഷണം കൊണ്ട് തൃപ്തികരമല്ലെങ്കിൽ
തീർച്ചയായും ഇത്രയും വലിയൊരു സംഘാടകർ ഇവിടെയെല്ലാം വേണ്ട അനുമതി പോലും എടുക്കാതെ ഇത്രയും വലിയൊരു പരിപാടി ഇവിടെ നടത്തുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തുണ്ട് എന്നുള്ളത് ശക്തമായി തന്നെ അന്വേഷിക്കേണ്ടതാണ്, പരിശോധിക്കേണ്ടതാണ്. അവിടെ ആരാണ് അതിൻ്റെ പിന്നിൽ നിന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി അവർക്ക് നേരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും താങ്കൾ പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, ഉദ്യോഗസ്ഥർക്കും ഇതിൽ പങ്കുണ്ടോ എന്നടക്കം അന്വേഷിക്കണം. കാരണം ഇത്രയും അധികം സാമ്പത്തികം ഒഴുകിയ ഒരു സംഭവമാണ്. ഒരു വിദ്യാർത്ഥിയിൽ ചെറിയ തുക എന്ന് പറയുമ്പോൾ 12,000 പേരാണ് അവിടെ പങ്കെടുത്തത്. വിദ്യാർത്ഥികളെ കരുവാക്കി വൻ സാമ്പത്തിക ഒഴുക്കിനായിരുന്നുവോ ഈ സംഘാടകർ അങ്ങനെ ലക്ഷ്യമിട്ടത് എന്നടക്കം പരിശോധിക്കണം. വളരെയധികം നന്ദി ശ്രീ ടോണി ചെമ്മണി, ഒപ്പം സുരഭി എം നായർ, സി എ ഷക്കീർ ഈ ചർച്ചയിൽ പങ്കെടുത്തത്. ഇടവേള.